നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഈ ശുഭസായനത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത് കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് ട്രേഡ് യൂണിയൻ മലപ്പുറം സഹയാത്രികയുടെ ഒരു അവയർനെസ് ടോക്കുമായി ബന്ധപ്പെട്ടാണ്. ഈ ശുഭസായനത്തിൽ നമ്മുടെ അവയർനെസ് ടോക്കിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ മുഖ്യ അതിഥി മിസ്സിസ് ജസില മാമിനെ ഈ വേദിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ KCTTUവിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ തഹസിൻ മാം, കൺവീനർ ബേബി മാം, ട്രഷറർ ശ്രുതി മാം, സെക്രട്ടേറിയറ്റ് ഇൻചാർജ് സഫൂറ മാം തുടങ്ങി KCTTUവിന്റെ മറ്റെല്ലാ ഭാരവാഹികളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KCTTUവിന്റെ മലപ്പുറം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഷുക്കൂർ സർ, സെക്രട്ടറി കബീർ സർ, ട്രഷറർ സക്കീർ സർ ഇവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം KCTTU സഹയാത്രികയുടെ കോർഡിനേറ്റർ തുളസി മാം, കൺവീനർ നസീറ മാം, ജാസ്മിൻ മാം, ട്രഷറർ നസീറ മാം തുടങ്ങി മറ്റെല്ലാ മലപ്പുറം സഹയാത്രിക അംഗങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ ബന്ധുമിത്രാദികളെയും നമ്മുടെ സുഹൃത്തുക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പ്രോഗ്രാമിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നസീറ മാമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മലപ്പുറം സഹയാത്രികയുടെ കോർഡിനേറ്റർ തുളസി മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു നജിയ മാം. സദാ മന്ദസ്മിതത്തിലൂടെയും സ്നേഹത്തോടെയും വളരെ മൃദുലമായുള്ള സംസാരത്തിലൂടെയും അപ്പിയറൻസിലൂടെയും എല്ലാം നമ്മളെ മനം കവരുന്ന നമ്മുടെ KCTTU സഹയാത്രികയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ തഹസിൻ മാമിനെ ഞാൻ 2 വാക്ക് സംസാരിക്കുന്നു. കൃത്യമായി സ്വാഗതം. Thank you so much. Thank you, ma'am. Respected Chairperson Srimati Lakshmi Saubari, Resource Person Srimati Nasila, and District Convener Srimati Jasmine, Secretariat in Charge Srimati Safura Rahmanu, District Treasurer Srimati Nasira, സഹയാത്രികരെ ഏവർക്കും നമസ്കാരം. കേരള കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് സ്റ്റേറ്റ് യൂണിയൻ അഥവാ KCTTUവിന്റെ ലേഡീസ് വിങ്ങാണ് സഹയാത്രിക. Sahayatrika's vision is to be an inspirational platform for women's empowerment. Its vision is to instill awareness, right information, knowledge and awareness program. എല്ലാ ഐഡിയാസും പ്രചോദനാത്മകമായ കൂട്ടായ്മയാണ്. സാമൂഹിക സേവനം, നമ്മുടെ കഴിവുകൾ തെളിയിക്കാനുള്ളൊരു വേദി എല്ലാമാണ്. ഓക്കെ, സോ യു ആർ ഓൾ വെൽക്കം. ഞാൻ യാത്ര എന്ന് പറഞ്ഞപ്പോൾ ഐ വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് ശരി ഒരു ഇമാജിനറി ഇവന്റ്. സേ യു ആർ ഓൺ എ ജേർണി, ഒരു ട്രാഫിക് ജാമിൽ പെട്ടു. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്, അപ്പോയിന്റ്മെന്റും ഉണ്ട്. അപ്പോഴാണ് ഈ ട്രാഫിക് ജാം, ഫ്രണ്ടിൽ ഒട്ടും പോകാൻ നിവൃത്തിയില്ല. എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? ഇങ്ങനെ
എല്ലാം ആവശ്യമുണ്ടോ നാശം പിടിക്കാൻ? ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് വീണ് കിട്ടിയ ഒരു റെസ്റ്റിന് പറ്റിയ സമയമാണ്, ഞാനിത് ആസ്വദിച്ചേക്കാം, അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വളരെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാൻ കഴിയും. അല്ലെങ്കിൽ ധൃതി പിടിച്ച് കടിപിടുത്തത്തോടുകൂടി എപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ കഴിയുക, അങ്ങനെയും നമുക്ക് ഒരു സമീപനം ചെയ്യാം. ഏതായിരിക്കും കൂടുതൽ സ്ട്രെസ് ഫ്രീ എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും പേഷ്യൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. Patience gives us a compassionate space in which we are waiting very attentively for our turn to do things without complaining. Adile complaint illa, right? That is a compassionate space. Okay, so to tell you more about that, we have Jasila ma'am, and really looking forward to her words. Okay, avade velapetta vaakkalkayittu namukku kaadorkam. So thank you for your patience bearing with me. Okay, so let us know more about it. Anyway, congratulations to Malappuram team for bringing this very meaningful topic to the table. We require it a lot. So remember, this is a membership month. ഈ പ്രചോദനാത്മകമായ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരാം. ടീച്ചേഴ്സ്, counselors, trainers, social workers, inspirational and motivational speakers, all of you. Okay, so we welcome you. Let us work together towards a better future. We are with you. So thank you so much for this opportunity. Malappuram Sahayatrika, over to you. Tulasi ma'am. താങ്ക് യു ദർശൻ മാം. മാമിന്റെ ഓരോ വാക്കുകളും അത്രയും ഞങ്ങൾക്കും വിലപ്പെട്ടതാണ്. നമ്മൾക്കിത് നല്ല ഒത്തൊരുമയോടും കൂട്ടായ്മയോടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതയായിരിക്കുന്ന നമ്മളുടെ മുഖ്യ അതിഥി ശ്രീമതി ജസീല മാം ആണ്. മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാഡം പാലക്കാട് സഹയാത്രികയുടെ ഒരു അംഗമാണ്. പാലക്കാട് ഒറ്റപ്പാലത്തുകാരിയാണ്. ഇപ്പോൾ UAE-യിൽ ഹസ്ബൻഡിൻ ഒത്തു കഴിയുന്നു. മാമിന്റെ ക്വാളിഫിക്കേഷൻസ് BSc എയറോനോട്ടിക്കൽ സയൻസ്, MSc ഏവിയേഷൻ മാനേജ്മെന്റ്, MBA in HR, MSc ഫിസിക്സ്, MA പാത്തോളജി, MSW, MSc എൻവിറോൺമെന്റൽ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം ഫൗണ്ടേഷൻ, ഡിപ്ലോമ ഇൻ കാർഗോ ഇൻട്രോഡക്ടറി. She is also a certified trainer of Positive Commune as well as National Institute of Education and Training. മാമിന്റെ ഹസ്ബൻഡ് യാസർ അറാഫത്ത് UAE-യിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു. മാമിന് ഏക മകൾ ഫാത്തിമ റാണ. മാം ഇപ്പോൾ ഏവിയേഷൻ ഫാക്കൽറ്റി ആൻഡ് ട്രെയിനറായി വർക്ക് ചെയ്യുന്നു. മാമിനെ നമുക്ക് അറിവിന്റെ ഉറവിടം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇത്രയും തിരക്കുകൾക്കിടയിൽ നമ്മൾ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെയാണ് മാം യെസ് എന്ന് പറഞ്ഞത്. മാമിന്റെ ആ പുഞ്ചിരിയും എളിമയുമാണ് മാമിലേക്കുള്ള മെയിൻ ആകർഷണം. സ്മൈലിംഗ് ക്യൂൺ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ന് നമുക്കായി മാം ഇവിടെ അവതരിപ്പിക്കുന്നത് ടോപ്പിക് പേഷ്യൻസ്, ക്ഷമ എന്നുള്ളതാണ്. ക്ഷമ 2 വാക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ക്ഷമ എന്ന വാക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത് എങ്ങനെ കൈവരിക്കാം എന്നതിനെ കുറിച്ച് ഇന്ന് ജസീല മാം നമുക്ക് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹത്തോടെ, ആദരവോടെ, ഹൃദ്യമായി ഞാൻ ജസീല മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓവർ ടു യു മാം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു തുളസി മാം. വാക്കുകളില്ല മാമിന്റെ ഇൻട്രോക്ക്. താങ്ക് യു സോ മച്ച്, എന്താ പറയാ, ഫോർ ദ ബ്യൂട്ടിഫുൾ വേർഡ്സ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ആൻഡ് വെരി ഹാപ്പി ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ആൻഡ് ബിഫോർ ഗെറ്റ് ഇൻ ടു ദ സെഷൻസ്, ഷാൽ ഐ ഷെയർ ദ സ്ക്രീൻ? ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യണേ.
കാണുന്നുണ്ടല്ലേ? കാണുന്നില്ലേ വീഡിയോ? സോറി, സ്ക്രീൻ കാണുന്നുണ്ട്. Hello, is it audible? Hello? Yes, ma'am. Okay, thank you. So shall we begin? നമുക്ക് തുടങ്ങാം. ഇത്രയും നേരം പേഷ്യന്റ് ആയിട്ട് കാത്തിരുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. ഈ ഒരു സായനത്തിലോട്ട് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഇങ്ങനെ ഒരു അവസരം നൽകിയ സർവശക്തനായ പ്രപഞ്ചനാഥനെ ആദ്യം സ്തുതിക്കട്ടെ. അതിനുശേഷം എനിക്ക് ഈ ഒരു അവസരം നൽകിയ ഏറെ സ്നേഹം നിധിയായ നമ്മുടെ തുളസി മാമിനും അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ച ജാസ്മി മാമിനും ഇവിടെ കൂടിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഈ ഒരു ചെറിയ വ്യക്തിന്റെ ഒരു സംഭാഷണം കേൾക്കാൻ എത്തിയ ഓരോ നല്ല മനസ്സുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരി വൺ. സോ പേഷ്യൻസ് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ അവർ ലൈഫ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. Excuse me, എന്തോ ഒരു പ്രശ്നമുണ്ട് ഷെയറിംഗിൽ. No problem, ma'am. സോ ഒരു സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചത്തില് അനേകായിരം കോടി ജനങ്ങളുണ്ട് എന്നുള്ളത്. എന്നാൽ ഈ അനേകായിരം കോടി ജനങ്ങൾക്കിടയിൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് ജീവിതത്തിന്റെ വിജയക്കൊടി പാറിക്കാറ്. പല വ്യക്തികളും അല്ലെങ്കിൽ ചില വ്യക്തികളെല്ലാം ജീവിതത്തിന്റെ ആ വിജയക്കൊടി പാറിക്കാൻ എത്തുന്നതിന് തൊട്ട് മുന്നേ അവർ പിൻവാങ്ങാറുമുണ്ട്. സോ ഈ വിജയക്കൊടി പാറിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഓരോ വ്യക്തിക്കും നമുക്ക് എവിടെയും എല്ലാവർക്കും ഉണ്ട് താനും. പക്ഷെ പലപ്പോഴായി നാം അത് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അതിനു വേണ്ടിയിട്ട് നാം പ്രയത്നിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് പ്രൊഫഷണൽ ആയിക്കോട്ടെ, പേഴ്സണലി ആയിക്കോട്ടെ, സോഷ്യലി ആയിക്കോട്ടെ, എല്ലാ മേഖലകളിലും നമുക്ക് വിജയക്കൊടി പാറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വജ്രതയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ദാറ്റ് ഈസ് പേഷ്യൻസ്. So that is our today's topic. Patience is our today's topic. പേഷ്യൻസിനെ കുറിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് മഹാവ്യക്തികൾ പേഷ്യൻസിനെ കുറിച്ച് തോരാതെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ഡെഫിനിഷൻസിനും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ ജീവിത എക്സ്പീരിയൻസിൽ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷൻ ഒന്ന് ചാറ്റ് ബോക്സ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് എനിത്തിങ് ഇഫ് ഇറ്റ് ഇസ് എ വൺ വേർഡ് ഓർ സെന്റൻസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താണ് പേഷ്യൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ജസ്റ്റ് യൂസ് എ ചാറ്റ് ബോക്സ് ആൻഡ് ടെൽ. എന്താണെന്ന് ജസ്റ്റ് വൺ വേർഡ്, അത് മതി. So any responses? Understanding, Jasmine ma'am. Thank you. Accept the situation, Tulsi ma'am. Okay, then more, there are three vibrant team ആണ്. So more expectations, more ആണ് ഇവിടെ. More expectations from your side. So any more? Accept, Najia ma'am. Safura ma'am, wait with peace. Tushar sir, readiness to face change. Okay, thank you so much for the great response. Ability to overcome difficult situations. തീർച്ചയായിട്ടും ഇത് നമുക്ക്
ability to adjust to any situation. Seema ma'am, thank you so much. Thank you everyone for the great response and excellent response. So patience എന്ന് കേൾക്കുമ്പം നമുക്കറിയാം പല ഡെഫിനേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പലതും നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഡെഫിനേഷൻ ഇതായിരുന്നു. പേഷ്യൻസ് ഇസ് നോട്ട് വെയിറ്റിംഗ്, ബട്ട് പേഷ്യൻസ് ഇസ് ആറ്റിറ്റ്യൂഡ് വൈൽ വി ആർ വെയിറ്റിംഗ്. നമ്മൾ പേഷ്യൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാത്തിരിപ്പല്ല, പക്ഷെ നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എന്താണോ അതിനെ നമുക്ക് പേഷ്യൻസ് എന്ന് വിളിക്കാമെന്ന് മനോഹരമായി നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഒന്ന് എടുത്ത് നോക്കിയാൽ, ഒന്ന് റിവൈസ് ചെയ്താൽ, ഒന്ന് പ്രീവിയസ്ലി നമ്മൾ ഒന്ന് ഓടിച്ചിട്ട് റിവൈൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. നമ്മൾ ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പേഷ്യന്റ് വേണം എന്നറിയാം, പക്ഷെ നമ്മുടെ മനോഭാവം എന്തായിരിക്കും എന്നുള്ളത് നേരത്തെ നമ്മുടെ താസി മാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളത്, ആ ഒരു മനോഭാവം എങ്ങനെയാണോ അതിനെ നമുക്ക് പേഷ്യൻസ് എന്ന് നമുക്ക് വിളിക്കാം എന്നുള്ളതാണ്. സോ ഈ പേഷ്യൻസിനെ കുറച്ചും കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു സായനത്തില് ഒരു ഡ്രൈവർ അദ്ദേഹത്തിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കാർ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ നിൽക്കുമായിരുന്നു. സോ സായന അയക്കേണ്ട ജോലിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടാവും ആ സമയത്താണ്. സോ അദ്ദേഹം പാർക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരികയാണ്. സോ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. സോ മറുവശത്ത് നിന്ന് ഒരു ചെറിയ ശബ്ദത്തിൽ ഒരാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. സോ അദ്ദേഹം വണ്ടി നിർത്തുമായിരുന്നു, ഇനി മതി, ഇന്നത്തെ ഡ്യൂട്ടി തീർന്നു, ടൈമിംഗ് തീർന്നു, നിർത്താൻ നിൽക്കുന്ന സമയത്താണ്. പക്ഷെ ഈ കോൾ വന്നപ്പോ എന്തോ അദ്ദേഹത്തിന് പോവാൻ തോന്നി അവർ വിളിച്ചപ്പോ. സോ അങ്ങനെ വിളിച്ച് അവര് പോയ സമയത്ത് അവിടെ പോയി തന്നെ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഒരു വിജനമായ ഒരു സ്ഥലം, അധികം ആളുകളോ പച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം ആ ഒരു അഡ്രസ്സിന്റെ ഡോർ ചെന്നിട്ട് ഓൺ അടിച്ചു, കാറിന്റെ ഓൺ അടിച്ച സമയത്ത് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. സോ അദ്ദേഹം കുറച്ച് കഴിഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം നീട്ടി ഒരു ഓൺ അടിച്ചു, പക്ഷെ വീണ്ടും ഒരു റെസ്പോൺസ് അദ്ദേഹം കേട്ടില്ല. കുറച്ചും കൂടി അദ്ദേഹം എന്ത് ചെയ്തു, ഒന്ന് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഒന്ന് ഓൺ അടിച്ച സമയത്ത് അവിടുന്ന് ചെറിയ ഒരു ശബ്ദത്തിൽ, ഇടറിയ ശബ്ദത്തില് ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ ഇതാ വരുന്നു, വെയിറ്റ് ഫോർ എ വൈൽ എന്നുള്ള ഒരു സെന്റൻസ് അവിടുന്ന് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റി. അദ്ദേഹം വീണ്ടും അവിടെ കാത്തു നിന്നു. കുറെ കാത്തുന്ന സമയത്ത് ഒരു ചെറിയ നടക്കുന്ന ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. അങ്ങനെ നടക്കുന്ന ആ ശബ്ദത്തിന്റെ ആ വഴിയിലൂടെ ഈ ഡ്രൈവർ സഞ്ചരിച്ച സമയത്ത് ഒരു വൃദ്ധയായ ഒരു മാതാവ്, ഏകദേശം 90 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധയായ ഒരു മാതാവ് ഒരു ട്രോളിയും ബാഗും പിടിച്ചിങ്ങനെ വരികയാണ്. ആ മാതാവിനെ കണ്ടപ്പം ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മാതാവിന്റെ ട്രോളി എടുത്തു കൈ പിടിച്ചുകൊണ്ട് കാറിന്റെ അടുത്ത് എത്തിയ സമയത്ത് ആ മാതാവ് പറഞ്ഞു, ഈ വഴിയിലൂടെ ഈ സ്ഥലത്ത് എന്നെ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡ്രൈവർ ഇപ്രകാരം പറഞ്ഞു, എന്റെ പ്രിയ മാതാവേ, ഈ ഒരു വഴിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെതായ ഷോർട്ട് കട്ടായ ഒരു വഴിയുണ്ട്, നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാം, അത് സുഖകരമായ ഒരു യാത്രയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാതാവ് പറഞ്ഞു, പറ്റില്ല, എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഈ വഴിയിലൂടെ തന്നെ കൊണ്ടുപോകണം നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡ്രൈവർ മാതാവിനെയും കൂട്ടി സമ്മതം മൂളി ആ കാറിന്റെ ഉള്ളിൽ കയറിയ സമയത്ത് വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷമായിരുന്നു. പക്ഷെ ഈ ഡ്രൈവറിന് എന്തോ ആ ഫ്രണ്ട് സീറ്റിലിരുന്ന് ഫ്രണ്ടിന്റെ നമുക്കറിയാം ഗ്ലാസ് ഉണ്ടാവും, ആ കാറിന്റെ ഗ്ലാസ് നോക്കിയപ്പോ ആ മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയൊന്നുണ്ടായിരുന്നു. മാതാവ് എന്നിട്ട് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, എന്റെ നാളുകൾ വളരെ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, എന്റെ നാളുകൾ വളരെ ചുരുങ്ങിയ നാളുകളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു മൗനം തളക്കെട്ടിക്കൊണ്ട് അവർ യാത്ര തുടരുകയാണ്. ആ മാതാവ് പറഞ്ഞ ആ വഴിയിലൂടെ ഒരുപാട് സഞ്ചരിച്ചു. അങ്ങനെ ഇരുട്ട് വീണ ടൈമിൽ കുറെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ ഒരു വിജനമായ ഒരു സ്ഥലത്തെത്തി. ആ വിജനമായ സ്ഥലത്തെത്തിയപ്പോ ഒരു ചെറിയ വീടും, അല്ലെങ്കിൽ ഒരു ചെറിയ കുടില് പോലത്തെ ഒരു വീട് കാണാം. അവിടെ എത്തിയപ്പം പറഞ്ഞു, ഇവിടെ ഒന്ന് വണ്ടി നിർത്തൂ എന്ന് പറഞ്ഞു. ആ മാതാവ് പുറത്തിറങ്ങി കുറെ നേരം അവിടെ ആ സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കുറെ പുല്ലുകളും ഒരു പൂക്കളും ചെറിയ കുടിലുമുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു കുഞ്ഞി പ്രദേശമായിരുന്നു അത്. സോ ആ കുഞ്ഞു പ്രദേശത്ത് എത്തിയ സമയത്ത് ആ മാതാവ് പറഞ്ഞ ഡ്രൈവറിന്റെ അടുത്ത് ഇപ്രകാരമായിരുന്നു, ഞാൻ എന്റെ ഭർത്താവുമൊത്ത് ആദ്യ നാളുകളിൽ ചെലവഴിച്ച മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ നിറഞ്ഞ സ്ഥലമാണിത് എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചൊക്കെ നേരം, ഒരുപാട് നേരം എന്ന് തന്നെ പറയാം, അവിടെ അവർ സമയം ചെലവഴിച്ച് വീണ്ടും അവർ യാത്ര തുടരുകയാണ്.
വീണ്ടും അവർ യാത്ര തുടർന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ എത്തുന്നു. ആ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ അദ്ദേഹം ആ മാതാവ് പറഞ്ഞു, ഇവിടെ വണ്ടി നിർത്തൂ, എനിക്ക് ഇവിടെ കുറച്ചു നേരം സമയം ചെലവഴിക്കണമെന്ന്. അങ്ങനെ ആ ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി. ആ മാതാവ് ആ അപ്പാർട്ട്മെന്റിന്റെ മുക്കിലും മൂലകളിലും പോയിരുന്നു ഒരുപാട് സമയം ചെലവഴിച്ചിട്ട് അതിരാത്രി കഴിഞ്ഞ് പുലരാനായപ്പോൾ ആ മാതാവ് പറഞ്ഞു, ഇനി എനിക്ക് വയ്യ, എനിക്ക് വയ്യാതെയായി, ഇനി എന്നെ തിരിച്ച് ആ വീട്ടിലോട്ട് എന്നെ എത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മാതാവിനെ കൂട്ടി ആ ഡ്രൈവർ തിരിച്ച് കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ എത്തിക്കുകയാണ്. അവിടെ എത്തിച്ചപ്പോ മാതാവ് ചോദിച്ചു, എത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ റേറ്റ് എന്നുള്ളത്. അപ്പൊ ആ ടാക്സി ഡ്രൈവർ പറഞ്ഞു, ടാക്സി ഡ്രൈവർ ആ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലൊരു ഹഗ് ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് വേണ്ട, ഇന്ന് എന്റെ ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞ് ആ ഡ്രൈവർ തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ നോക്കേണ്ടത് ആ ഡ്രൈവർ എന്ന് പറയുന്ന മനുഷ്യനെയാണ് നമ്മൾ ഈ ഒരു ചെറിയ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. കാരണം ആ ഒരു ഡ്രൈവർ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ മാതാവിനെ എന്ത് ചെയ്യില്ലായിരുന്നു, ആ സ്ഥലം കാണിച്ചു കൊടുക്കാൻ നിൽക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ഡ്രൈവറിന്റെ ഈ മനസ്സില്ലായിരുന്നെങ്കിൽ അന്ന് ഫസ്റ്റ് ഓൺ അടിച്ച് നമുക്കറിയാം, നമുക്ക് തന്നെ ദേഷ്യം വന്നാൽ ചിലപ്പോൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ യാത്രയിൽ പല സമയങ്ങളിലായിട്ട് ഒരുപാട് സമയം പല സ്ഥലത്തും സ്പെൻഡ് ചെയ്തതാണ് അവർ. ഒരു പക്ഷെ ആ മാതാവിനെ വഴിയിൽ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ആ മാതാവിന്റെ പല സ്വപ്നങ്ങൾ, ഒരു പക്ഷെ അവസാനത്തെ സ്വപ്നങ്ങളായിരിക്കാം അതെല്ലാം, അതൊന്നും ആ മാതാവിന് പൂവണിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആ ഡ്രൈവറിന്റെ ക്ഷമ എന്നുള്ള വെറും 2 അക്ഷരം കൊണ്ട് തന്നെയാണ് ആ മാതാവിന്റെ പല സ്വപ്നങ്ങളെയും പൂവണിയാൻ സാധിപ്പിച്ചത് എന്നുള്ളത് ഈ ഒരു ചെറിയ പാഠത്തിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചതാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഈ ക്ഷമ എന്ന് പറയുന്ന വെറും 2 അക്ഷരമുള്ള ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ ടൂൾ ഇൻ അവർ സക്സസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതിൽ നമുക്ക് സക്സസ് ഉണ്ടാവും, നമ്മളിലൂടെ മറ്റുള്ളവർക്കും സക്സസ് ആക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ക്ഷമ എന്ന് പറയുന്ന 2 അക്ഷരത്തിന്റെ ഏറ്റവും പവർഫുൾ ടൂൾ എന്ന് പറയാനുള്ള കാരണം. സോ എന്റെ പ്രിയ കൂട്ടുകാർക്കും ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും പേഷ്യൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് തുടങ്ങാം എന്നുള്ളതാണ്. സോ പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് എന്റെ പ്രിയ കൂട്ടുകാർ ഒന്ന് പറഞ്ഞുതരുമോ? വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്? നമ്മൾ പേഷ്യൻസ് അല്ലേ, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേൾക്കുന്നതാണ് പേഷ്യൻസ് വേണം, അല്ലെങ്കിൽ ക്ഷമ വേണം. ക്ഷമ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് പഠിച്ചൂടെ എന്നുള്ളത് നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കേൾക്കണതാണ്. So what is the importance of patience എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുമോ? So what is the importance? പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പറയാം എന്തൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ബെറ്റർ റിലേഷൻഷിപ്പ്, അനീഷ മാം, താങ്ക് യു, ഗ്രേറ്റ്. Then more responses waiting. Peaceful, thank you. Tulsi ma'am, everything we can achieve. Jasmine Gafu ma'am, peaceful. Anisha ma'am, peace, thank you. More to come, waiting. Okay, so thank you for the responses. Thank you, Ade. So patience, which means firstly we can says about patience shapes talent into achievement. Great. So Shama ma'am, success, this is the one. So പേഷ്യൻസ്, നിങ്ങൾ പറഞ്ഞ ഇത് തന്നെയാണ് പേഷ്യൻസിന്റെ നമുക്ക് എന്തുണ്ടാക്കി ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അറിയാം, നമുക്ക് ഒരുപാട് ടാലന്റ് ഉള്ള വ്യക്തികളാണ് അല്ലെ. ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും എന്തുണ്ട്, പല തരത്തിലുള്ള ടാലൻസ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവ്രി വൺ ഇൻ ദിസ് യൂണിവേഴ്സ് ദേ ഹാവ് ദെയർ ഓൺ ടാലന്റ് എന്നുള്ളതാണ്. പക്ഷെ ആ ടാലന്റിനെ ആരും ഒരു അച്ചീവ്മെന്റ് ആക്കി പലപ്പോഴും മാറ്റാറില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം. സോ ഈ പേഷ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമുക്കിടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടാലന്റിനെ അച്ചീവ്മെന്റ് ആക്കി മാറ്റാൻ പറ്റും. എന്റെ ഒരു സുഹൃത്ത്, എന്റെ ഒരു ബ്രദറും കൂടിയാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് പൈലറ്റ് ആവണം എന്നുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന്റെ സ്റ്റഡീസ് ആണെങ്കിലും ഫാമിലി ലൈഫ് ആണെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒന്നും അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് അല്ല, അതുപോലെ തന്നെ ഫിനാൻഷ്യലി സെറ്റിൽഡും അല്ലായിരുന്നു. നമുക്കറിയാം ഒരു പൈലറ്റ് ആവണമെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുഞ്ഞുനാളുകളും പഠനനാളുകളും ഒക്കെ കഴിഞ്ഞു, ജോലിയിൽ അദ്ദേഹം ഏർപ്പെട്ടു. ജോലിയിൽ ഏർപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് സ്റ്റിൽ റൈറ്റ് നൗ ഹീസ് 35.
പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ പൈലറ്റ് ആവണം എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ടാലന്റ് അദ്ദേഹം സ്വയം തിരിച്ചറിഞ്ഞ ഒരു ടാലന്റ് ആണ്. സോ ആ ഒരു ടാലന്റ് അദ്ദേഹം ഈ ഒരു 25-ാം വയസ്സിൽ അദ്ദേഹം അച്ചീവ്മെന്റ് ആക്കി പോവാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പേഷ്യൻസ് എന്നുള്ളതാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കോട്ടെ, ഫിനാൻഷ്യലി സ്റ്റേറ്റസ് എന്തോ ആയിക്കോട്ടെ, എല്ലാം എന്തോ ആയിക്കോട്ടെ, ബട്ട് അദ്ദേഹത്തിന് ക്ഷമ എന്നുള്ള ആ 2 അക്ഷരം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റ് തിരിച്ചറിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ അദ്ദേഹം ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് അദ്ദേഹം അതിനൊരു അച്ചീവ്മെന്റ് ആക്കി മാറ്റാൻ പോവുകയാണ് റൈറ്റ് നൗ എന്നുള്ളതാണ്. സോ എനിക്കറിയാം ഹി ഈസ് ഗോയിങ് ടു ബി ഫ്ലൈ. ഏറ്റവും നല്ലൊരു ക്യാപ്റ്റൻ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ദാറ്റ് മച്ച് ടാലന്റ് ഹി ഈസ്. സോ ലൈക്ക് വൈസ് each and everyone they have their own talents, but their patience എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ അതൊരു അച്ചീവ്മെന്റ് ആക്കി നമുക്ക് ആർക്കും ഒരു പക്ഷെ മാറ്റാൻ പറ്റാത്തത് എന്നുള്ളതാണ്. സോ ഇഫ് യു ഹാവ് പേഷ്യൻസ് വി ക്യാൻ മേക്ക് ടാലന്റ് ഇൻ ടു അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ്ലി വി ക്യാൻ സേസ് അബൌട്ട് പേഷ്യൻസ് ട്രാൻസ്ഫോംസ് റിലേഷൻഷിപ്പ്. സോ ഇവിടെ കുറെ അനീഷ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്ക് എ ഗ്രേറ്റ് റിലേഷൻഷിപ്സ് എന്നുള്ളത്. അതെ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നല്ല റിലേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് അല്ലെ. ഒരു പക്ഷെ ഒരു നല്ല റിലേഷൻ ഉണ്ടായി കിട്ടാൻ നമുക്ക് ചില സമയങ്ങളിൽ ദിവസങ്ങൾ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കുമായിരിക്കും, മാസങ്ങൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2020 എന്ന് പറയുന്നത് നല്ലൊരു വർഷമായിരുന്നു. കാരണം ഒരുപാട് നല്ല ജെനുവിൻ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ 2020 സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഒരു കൂട്ടായ്മ തന്നെ വരാൻ പറ്റിയതിൽ 2020-ലാണ്. സോ അങ്ങനെ ഒരുപാട് വർഷം, ഓൾമോസ്റ്റ് 32 ഇയേഴ്സ് എടുത്തു ഞാൻ നല്ലൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മേക്ക് ചെയ്യാൻ എന്നുള്ളത് ഒരു സംശയം കൂടാതെ എനിക്ക് പറയാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു എ പേഷ്യൻസ് അല്ലെ. നമ്മളെ മനസ്സിലാക്കുന്ന നല്ല ഒരു ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ വി ഹാവ് സം പേഷ്യൻസ് എന്നുള്ളതാണ്. അത് മാത്രല്ല, നമ്മൾ നല്ലൊരു റിലേഷൻ ഉണ്ടാക്കി, ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ ഫാമിലി, സോഷ്യലി എന്തോ ആയിക്കോട്ടെ, അത് ഉണ്ടാക്കി അതിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും വേണം. അങ്ങനെ കൊണ്ടുപോകണമെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കണം? പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ചില്ല് കൊട്ടാരം തകർന്നടിഞ്ഞു വീഴുന്ന പോലെ പേഷ്യൻസ് ഇല്ലെങ്കിൽ നല്ല റിലേഷൻസിനെ തകർത്തെറിയാൻ എളുപ്പമാണ്. സോ പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്, പേഷ്യൻസ് ഹെൽപ്സ് യു ടു എംപതറ്റിക് എന്നുള്ളതാണ് അല്ലെ. നമുക്കൊരു എംപതറ്റിക് ആവാൻ സാധിക്കും. വാട്ട് ഈസ് എംപതി? എംപതി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ചുമ്മാ വെറുതെ ഇരിക്കല്ലേ, എല്ലാവരും ഇപ്പൊ ഉറങ്ങിപ്പോണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്ന് പറയാം. വാട്ട് ഈസ് എംപതി? എംപതി എന്നുള്ളത് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. വാട്ട് യു മീൻ എംപതറ്റിക്? അല്ലെങ്കിൽ എംപതി എന്ന് നമ്മൾ പറയുന്നത് എന്തൊക്കെയാ, എന്തിനെയാണ്? Trying to put yourself into others' position and knowing their trying to understand themselves, the others much better. Yeah, Tushar sir, thank you. So empathetic, which means നമ്മൾ മറ്റുള്ള ഒരാളുടെ ഷൂ നമ്മൾ ഇടുക എന്നുള്ളത് തന്നെയാണ്. Okay, putting yourself into other shoes to understand the situation. Thank you Sudevan sir, thank you so much. Thank you Tushar sir, thank you. So അതെ, സോ എങ്ങനെയാണ് ഒരു പേഷ്യൻസിന് ഒരു എംപതറ്റിക് ആവുക എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ആഴത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ഫാമിലി ജോയിന്റ് ഫാമിലി എടുക്കാം. സോ ഒരു ജോയിന്റ് ഫാമിലിയിൽ നമുക്കറിയാം പല കുഞ്ഞുങ്ങളും കരയുന്നുണ്ടാവും. സോ പല കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടെങ്കിലും പല വ്യക്തികളും ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ എന്തുണ്ടാവും, ഇങ്ങനെ ഓടിച്ചാടി അവരുടേതായിട്ടുള്ള ഓൺ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഫാമിലിയിൽ തന്നെ അവരുടെ ഡ്യൂട്ടി എല്ലാം മാറ്റി വെച്ചിട്ട് ആ കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അടുത്തോട്ട് പോയി എന്താണ് ആ കുഞ്ഞിന് ആവശ്യം അത് നിറവേറ്റി കൊടുക്കുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം ഫാമിലിയിൽ തന്നെ ഒരു പക്ഷെ ആ കുട്ടിന്റെ അച്ഛനും അച്ഛനായിരിക്കും ചിലപ്പോൾ പോയി എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അമ്മയായിരിക്കും, ആരും ആയിക്കോട്ടെ. പക്ഷെ ചില വ്യക്തികള് ആ കുട്ടിയോട് കരയുന്നുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യാതെ അവരെന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ലോകത്ത്, അവർക്ക് പെട്ടെന്ന് പോകേണ്ട തിരക്കുകളായിരിക്കാം, എന്തോ ആയിരിക്കാം, പക്ഷെ അവരുടേതായിട്ടുള്ള ലോകത്തോട് സഞ്ചരിക്കുന്നത് കാണാം. പക്ഷെ ചില വ്യക്തികൾ ഈ കുട്ടീനെ ഓടിച്ചെന്ന് എടുത്ത് അവരെന്താണോ ചില കുട്ടി എന്തിനാണോ കരുതുന്നത്, പക്ഷെ അമ്മനെ കാണാനായിരിക്കാം, ഫുഡ് വേണ്ടിയിട്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അവരുടെ ആ കുട്ടിന്റെ ആവശ്യം അനുസരിച്ച് ആ കുട്ടിന്റെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ എല്ലാവരും ഇത് കണ്ടതാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ ക്ഷമ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ക്ഷമ ഉള്ള ആളുകൾ പെട്ടെന്നൊന്നും അങ്ങനെ റൈസ് ആവില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടത്തില്ല. പക്ഷെ ക്ഷമയില്ലാത്ത ആൾക്കാർ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ പറയാം, ആ കുട്ടി കരയുന്നുണ്ട് അവിടെ കടന്നിട്ട്, എന്താന്ന് പോയി നോക്കി നോക്ക് എന്ന് പറയും. പക്ഷെ ആ കുട്ടിനെ എന്താ കരയണമെന്ന് അവർക്ക് പോയി അന്വേഷിക്കാം, പക്ഷെ അതവർ ചെയ്യൂല. അതവർ ചെയ്യുന്നതിന് പകരം
എന്ത് ചെയ്യും, വേറെ ആൾക്കാർക്ക് ഓർഡർ കൊടുക്കും, എന്താണെന്ന് വെച്ചാൽ പോയി നോക്ക് എന്നുള്ളത്. ബട്ട് ഇഫ് യു ഹാവ് പേഷ്യൻസ് യു ഷുഡ് ബി ആൻ എംപതറ്റിക്. നമ്മൾ ആ കുട്ടിയായി നമ്മൾ മാറുകയാണ്. ആ കുട്ടിന്റെ എന്താണ് ആവശ്യം അതായി മാറി നമ്മൾ ആ കുട്ടീനെ വേണ്ടത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഈസ് ആൻ എംപതറ്റിക് എന്നുള്ളതാണ്. സോ പേഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു എംപതറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ എന്നല്ല, മനുഷ്യർ ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എംപതറ്റിക് ആവുക എന്നുള്ളത്. സോ പേഷ്യൻസ് മേക്സ് യു ടു എംപതറ്റിക്. സോ നെക്സ്റ്റ്ലി പേഷ്യൻസ് റിക്വയർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. പേഷ്യൻസ് റിക്വയർസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് എപ്പോഴും എന്തുണ്ട്, ഒരു പോസിറ്റീവ് മനോഭാവം നമുക്ക് വേണം എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവാനാണ് ഇഷ്ടം, പോസിറ്റീവ് മനോഭാവം ഉള്ള ആളുകളാവണം എന്നുള്ളതാണ്. ഒരു ഓഫീസിൽ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ വന്ന് അദ്ദേഹത്തിന്റെ കൊളീഗ്സിനെല്ലാം വിളിച്ചു കൂട്ടി അദ്ദേഹം ഒരു മീറ്റിംഗ് ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഏർപ്പെടുത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഇന്ന് ചെയ്യേണ്ട ഡ്യൂട്ടി ലിസ്റ്റ് ഒക്കെ നോക്കി ആ കൊളീഗ്സിനെല്ലാം വിളിച്ച് മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പം കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട, ഒരു ഡേ ആകുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. സോ എല്ലാം നോക്കി ആ സൂപ്പർവൈസർ പെട്ടെന്ന് തന്നെ പറയാണ്, ആ കൊളീഗ്സിന്റെ അടുത്ത് പറയണേ, താൻ എന്താണോ അത് കാണിച്ചു വെച്ചുള്ളത്, തനിക്ക് ഇങ്ങനെയാണോ താൻ ഒരു ഡ്യൂട്ടി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഒരു ലോഗ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് മൊത്തം അട്ടർലി ഫൂളിഷ്നെസ് ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് മോർണിംഗ് തന്നെ കൊളീഗ്സിനെ ചീത്ത പറയണം. സെയിം ഓഫീസിൽ തന്നെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് സെയിം പ്രൊസീജിയർ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി, മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടി, അദ്ദേഹം എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രകാരമായിരുന്നു, നമുക്ക് ചെറിയൊരു 1-2 മിസ്റ്റേക്ക് നമ്മൾ അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ മിസ്റ്റേക്ക് ആയിട്ടല്ല നമുക്കത് എടുക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താൽ, ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് റിസൾട്ട് നമുക്ക് അതിന് കിട്ടാൻ സാധിക്കും. സോ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലോ എന്ന് കൊളീഗ്സിന്റെ അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് ബോസിന്റെ അടുത്തായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക? 1 ആണോ 2 ആണോ? നമ്മളൊന്ന് പറ. ആദ്യത്തെ ബോസിന്റെ അടുത്ത് വർക്ക് ചെയ്യാനാണോ താല്പര്യം ഉണ്ടാവുക? രണ്ടാമത്തെ ബോസിന്റെ കൂടെ വർക്ക് ചെയ്യാനാണോ നമുക്ക് താല്പര്യം ഉണ്ടാവുക? 2 അല്ലേ? ഓക്കെ, താങ്ക് യു അനിഷ മാം. എല്ലാവർക്കും നമുക്ക് എന്താ ഉണ്ടാവുക, രണ്ടാമത്തെ ബോസിന്റെ കൂടെ വർക്ക് ചെയ്യാനായിരിക്കും നമുക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അത് എന്തുകൊണ്ടാ? ഹി ക്രിയേറ്റിംഗ് സം പോസിറ്റീവ് വൈബ്സ് ഫോർ കൊളീഗ്സ് അല്ലെ. അദ്ദേഹം എന്തൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് ആ ഒരു കൊളീഗ്സിന് അല്ലെങ്കിൽ അവർ കൂടുള്ള ടീം മെമ്പേഴ്സിന് കൊടുത്തത് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് ഡ്യൂ ടു സം പേഷ്യൻസ്. ആ ഒരു തെറ്റാണെന്ന് അറിയാം, അല്ലെങ്കിൽ ചെയ്തത് കുറച്ചൊക്കെ തെറ്റുണ്ട് എന്നുള്ളത് ആ സൂപ്പർവൈസർ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ക്ഷമ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്ത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് അവരെന്ത് ചെയ്തു, ആ ഒരു ടോൺ ഓഫ് വോയിസ് ഒന്ന് മാറ്റി നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അവർക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ല പ്രൊഡക്റ്റീവ് റിസൾട്ട് ഉണ്ടാക്കാനും അങ്ങനത്തെ ആൾക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് പേഷ്യൻസ് റിക്വയർസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. Then patience makes you healthier. തീർച്ചയായിട്ടും നമ്മൾ എത്ര വയസ്സായാലും നമ്മൾ എന്തുണ്ടായിരിക്കണം, നമ്മൾ ആരോഗ്യമാര് ചുള്ളികളായിരിക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെ. ആർക്കെങ്കിലും ഇതിൽ വയസ്സാവണം എന്നുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? വയസ്സാവണം എന്നുള്ള ആൾക്കാർ ആഗ്രഹം ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ കള്ളം പറയുന്നതായിരിക്കും, എനിക്ക് വയസ്സാവണം എന്നുണ്ട് എന്നുള്ളത്. സോ ആർക്കും വയസ്സാവണം എന്നുള്ളത് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അല്ലെ. നമ്മൾ എപ്പോഴും യങ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. സോ ഇഫ് യു വാണ്ട് ടു ബി ആൻ യങ് ഷുഡ് ബി എ പേഷ്യന്റ്. സോ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം ഇവിടെ കുറെ ഡോക്ടേഴ്സും ഒക്കെ ഉള്ളതാണ്. സോ നമുക്കറിയാം നമ്മുടെ ഏറ്റവും നെഗറ്റീവ് ഹോർമോൺസിനെ റൈസ് ചെയ്യുന്നത് ഈ ദേഷ്യപ്പെടുമ്പോഴാണ് അല്ലെ. കോർട്ടിസോൾ ആണെങ്കിലും മെഡ്രിനാലിനും ഒക്കെ റൈസ് ചെയ്യുന്നത് ഈ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഇംബാലൻസ് ആവുന്നുണ്ട്. സോ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് നല്ല സ്മൈലോട് കൂടിയിട്ട് നമ്മൾ പ്ലസന്റ് ആയിട്ട് നമ്മൾ പേഷ്യന്റോട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ എപ്പോഴും ഹെൽത്തിയർ ആയിട്ട് ഇരിക്കും. മാത്രമല്ല നമ്മൾ പ്ലസന്റ് ആയിരിക്കും, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്ലസന്റ്നെസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നല്ല ഹെൽത്തിയർ ആയിരിക്കണോ, ഷുഡ് ബി എ പേഷ്യന്റ് വൺ. സോ ദിസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ്. കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് പേഷ്യൻസ് ഫസ്റ്റിൽ പറഞ്ഞത് നമുക്കറിയാം, ഇറ്റ് ഷാർപ്പൻസ് ടാലൻസ് ഇൻ ടു അച്ചീവ്മെന്റ് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നേട്ടങ്ങൾ കൊയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പേഷ്യന്റുള്ള വ്യക്തികളായി മാറുക എന്നുള്ളതാണ്. ദെൻ ട്രാൻസ്ഫോംസ് ഗുഡ് റിലേഷൻഷിപ്പ്. നല്ല ബന്ധങ്ങളെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ, നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല പേഷ്യന്റുള്ള വ്യക്തികളായി മാറുക. Then let us nextly we says about
Patient should be and helps you to empathetic. നല്ലൊരു എമ്പതി ഉള്ള പേഴ്സൺ ആയി മാറണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ മനോഭാവത്തിലൂടെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരിലൂടെ നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ എമ്പത്തറ്റിക് ആയി മാറണം. So should be an empathetic patience with empathetic should with patience. And nextly we can be says about we should be and that is requires positive attitude. Patience requires positive attitude. നല്ല പോസിറ്റീവ് മനോഭാവം, ചിന്താഗതികളുള്ള വ്യക്തികളായി നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. And finally patience makes you healthier എന്നുള്ളതാണ്. So നമ്മൾ എപ്പോഴും ആവണം എന്നുള്ളത് തന്നെയാണ്. So should be a patient one. So let's നമുക്ക് ഒന്ന് നോക്കിയാലോ, നമ്മുടെ എത്രത്തോളം നമുക്ക് പേഷ്യന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ചെയ്യാം. എല്ലായിടത്തും പൊന്നു പേപ്പറും ബുക്കൊക്കെ ഉണ്ടാവും എനിക്കറിയാം അല്ലേ. സോ കുറെ പേര് ഇരുന്നിട്ട് ഇവിടെ എഴുതുന്നൊക്കെ കാണാനുണ്ട്. സോ താങ്ക് യു. അവര് നമുക്ക് ചെറിയ ഒരു സെൽഫ് ടെസ്റ്റ് നമുക്കൊന്ന് നടത്തി നോക്കാം. നമുക്ക് എത്രത്തോളം ദേഷ്യം ഉണ്ട് ഇല്ല എന്നൊക്കെ നോക്കി നോക്കാം. ഓക്കെ, ചില ആൾക്കാർക്ക് ദേഷ്യം എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലം ആയിരിക്കും അവരുടെ ജീവിതത്തിൽ തന്നെ. സോ അത് നമുക്ക് നോക്കിയേക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ബട്ട് ഓൺലി 5 questions, നമുക്ക് ടൈം ലിമിറ്റഡ് ഉള്ളത് കൊണ്ട് തന്നെ ഓൺലി 5 questions you can be seen here. So it is rating from 1 to 3. 1 to 3 ആണ് റേറ്റിംഗ് ചെയ്യുന്നത്. And for example, I'll give the example. First question ഇങ്ങനെയാണ്, my anger is affecting my relationship with the friends and family എന്നുള്ളതാണ്. ഓക്കെ, സോ എന്റെ ദേഷ്യം ഒരുപക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ചില ആളുകൾക്ക് നമ്മുടെ ദേഷ്യം കൊണ്ട് തന്നെ നല്ല ബന്ധങ്ങളൊക്കെ തകർന്നു പോകാറുണ്ട് അല്ലെ. പല വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ജീവിതത്തില്, പല ബന്ധങ്ങളും നശിച്ചു പോവാറുണ്ട്. സോ അത് നമ്മുടെ ദേഷ്യം കൊണ്ടാണ്. അങ്ങനെ ഉണ്ടോ എങ്കിൽ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ആർ എൻ എക്സ്ട്രീമിലാണ്. അപ്പൊ നിങ്ങൾ 3 എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ബന്ധങ്ങൾ നശിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് 2. ഓക്കെ, തീരല്ല അങ്ങനെ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് 1 എന്നുള്ളതാണ്. ഏറ്റവും ലെസ് നമുക്ക് ഉണ്ടായിട്ടില്ല, അങ്ങനെ ദേഷ്യം അങ്ങനെ വരാറൊന്നുമില്ല, ദേഷ്യം വരാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഒരു മോഡറേറ്റ് ആവറേജ് ലെവലിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ 2 എന്ന് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രീം ആയിട്ട് ദേഷ്യം വരുന്ന ആളുകളാണെങ്കിൽ യു ക്യാൻ ഗിവ് 3 എന്നുള്ളതാണ്. So just we can go this 5 questions. ഒന്ന് എല്ലാവരും ഈ 5 questions ഒന്ന് അറ്റംപ്റ്റ് ചെയ്യോ? Okay, so I'll read first question. My anger is affecting my relationship with the friends and family എന്നുള്ളതാണ് the first question. So we can give accordingly, നിങ്ങളെ അനുസരിച്ച് you can give your marks. Okay, shall I move to the second one? Could you repeat first one, ma'am? Okay, my anger is affecting my relationships with friends and family. Is your relationship is broken due to your anger? If it is, you can give 3. If it is moderate, you can give 2. Otherwise, if it is there is no, you can give 1 mark. അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾ തരണ്ട. You have to be answer this all 5 questions, and after that you can give your total marks here. Okay, each question തരണ്ട. After the 5, you can give your total marks into the chat box. So I hope the first question is finished. Move to the second one. When I really blow up, I feel like closing my mind. അത്ര ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എന്റെ ടെമ്പർ പോവാറുണ്ട്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ ചില സമയങ്ങളിൽ. അങ്ങനെ ഉണ്ടാവാറുണ്ടോ ഇല്ലയോ? ഓക്കെ, എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ 2 കൊടുക്കാം. എപ്പോഴും ഉണ്ടാവാറുന്നുണ്ടെങ്കിൽ 3 കൊടുക്കാം. ഉണ്ടാവാറേ ഇല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് 1 മാർക്ക്. So next, when I am temper, my behavior changes. എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് എന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർ ചട്ടിയും കാലം പാത്രമൊക്കെ തട്ടി പൊട്ടിക്കാറുണ്ട് അല്ലെ. ചില വീടുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചട്ടിയും കാലം പാത്രമൊക്കെ പുറത്തായിരിക്കും. അങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്നുള്ളത്. തുളസി മാം എന്തോ ഒരു ചിരിയാ ചിരിക്കുന്നത്. തുഷാർ സാറിന് നമുക്ക് ചോദിക്കാം പേഴ്സണലി. പുള്ളി എന്റെ പേഴ്സണാലിറ്റി ടൈപ്പാണ്. കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അതാണ് പറയാം, എന്റെ പേഴ്സണാലിറ്റി ടൈപ്പ് ആയിരുന്നല്ലോ. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? മൂവ് ടു ദ ഫോർത്ത് വൺ. When I get really anger, I sweat, can't breathe, and my heart races. So നല്ല ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ നന്നായി സ്വെറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യാറുണ്ട്. And finally, I have hard time concentrating sometimes because of worry. ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവാറുണ്ട്. It is due to loss of temper.
So you can give a total marks into the chat box. 5 question എഴുതി. So out of 15, what's your mark? എന്നുള്ളത് നമുക്ക് ചാറ്റ് ബോക്സ് കൊടുക്കാം. Out of 15, what's your mark? പോരട്ടെ മാർക്ക് വരട്ടെ. 6 Anisha ma'am, 8 marks. Majida ma'am. Okay, 11 Tushar sir. Okay, then Safura ma'am, 6 marks. Great. Najia ma'am, 7. Sushama ma'am, 7. Okay, great. പോരട്ടെ, ഇനി ഇല്ലേ, കഴിഞ്ഞോ? ഇവിടെ 10-34 ആൾക്കാരുണ്ട്. തുളസി മാം 9, ഗ്രേറ്റ്, 35 പേരുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ കൊളിഞ്ഞിരിക്കുന്ന അല്ലേ? ഓക്കെ, സോ നമുക്ക് കുറെ പേര് റെസ്പോൺസ് കിട്ടും. സ്കെയിലിംഗ് നമുക്ക് ഇങ്ങനെ ആയിരുന്നു. 1 to 6 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദേഷ്യമില്ലാത്ത പേഷ്യന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. ബട്ട് ഇത് ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഫുൾ സ്കെയിൽ ഉണ്ട്, സൈക്കോളജിക്കൽ സ്കെയിലാണ് ഇത്. പക്ഷെ ഫുൾ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ തരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ മോർ ദാൻ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ മോഡറേറ്റ് നമുക്കൊരു 1 to 6 ഒക്കെ എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് അത്ര ദേഷ്യപ്പെടാറില്ല, തീരെ ദേഷ്യമില്ലാത്ത വ്യക്തികളാണെന്ന് പറയാം. ദെൻ 6 to 11 ആ ഒരു കാറ്റഗറി പറയുന്നത് കുറച്ചൊക്കെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. ആൻഡ് ഫൈനലി 11 to 15 അബോവ് ആണെങ്കിൽ അവർ നന്നായിട്ട് ദേഷ്യമുള്ള ആളുകളാണ്. സോ അവർക്ക് എന്ത് ചെയ്യണം, ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. കൺട്രോളിംഗ് അല്ല, ദേ ഹാവ് ടു ഇംപ്രൂവ് ദർ പേഷ്യൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ I hope it's clear. Ma'am, അത് 6 to 11 ആണോ 11 to 15? 11 is coming at both the places. Yes, 11 is coming both places, but 10 ആയിരിക്കും അല്ലേ? 6 to 10 ആയിരിക്കും. Yes. You are in the we are in the moderate place. Okay, ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരാറില്ലേ? എനിക്ക് ദേഷ്യം വരാറുണ്ട്. Okay, so I hope it's clear. ഇത് ക്ലിയർ ആയോ? Shall we move to the next? So നമുക്ക് കുറച്ചൊക്കെ ദേഷ്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നല്ല ദേഷ്യമുള്ള ആളുകളാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന് ടിപ്സ് വേണം അല്ലെ? നമുക്ക് we have to some tips to improve our patience എന്നുള്ളതാണ്. So shall we go for that? Okay, so how we can improve our tips എന്നുള്ളത് നമുക്ക് നോക്കാം. Should be aware your situation എന്നുള്ളതാണ് അല്ലെ? നമുക്ക് ദേഷ്യം വരുന്നത് പെട്ടെന്നൊന്നും നമുക്ക് ദേഷ്യം വരത്തില്ല. സംടൈംസ് നമുക്കറിയാം ചില സിറ്റുവേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാറ്, ദേഷ്യപ്പെടുത്താറ് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അല്ല. നമ്മുടെ സങ്കടം, ഒരു പക്ഷെ സാഡ്നെസ് ഒക്കെയാണ് നമ്മുടെ ദേഷ്യമായിട്ട് നമുക്ക് പ്രതിഫലിക്കാറ്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിച്ചോ, ഒരാൾ വന്നിട്ട് നമ്മളടുത്ത് എന്തെങ്കിലും ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സങ്കടം കൂടി ദേഷ്യത്തിലാണ് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്ത് പോവുക. അതൊരു ദേഷ്യമായിട്ടല്ല അവിടെ, പക്ഷെ നമ്മുടെ ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതാണ്. ബട്ട് യു ഹാവ് ടു ബി അവെയർ യുവർ സിറ്റുവേഷൻ എന്നുള്ളതാണ്. നമ്മുടെ സിറ്റുവേഷൻ നമ്മളിപ്പോ മനസ്സിലാക്കണം. നമുക്ക് ആ സമയത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി അവോയ്ഡ് ദാറ്റ് വൺ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്ത് കളയാം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി അവെയർ ദാറ്റ് സിറ്റുവേഷൻ, യു ഹാവ് ടു അവോയ്ഡ് ദാറ്റ് എന്നുള്ളതാണ്. ഫസ്റ്റ്ലി നമ്മൾ നമ്മുടെ ദേഷ്യം കുറയ്ക്കാനും പേഷ്യൻസ് ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ്ലി you have to be divert your attention. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഓഫീസിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ് നമ്മളെ കുറിച്ച് ഭയങ്കര ചീത്തായിരിക്കും പറയണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടാവും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. നമ്മളത് നിന്ന് കേട്ടുകൊണ്ട് തന്നെ നിൽക്കണം. ആ സമയത്ത് ഒരു പക്ഷേ നമുക്കിപ്പോ മൊബൈൽസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊക്കെ സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മൊബൈൽ എടുത്തിട്ട് ആരെങ്കിലും ഒക്കെ പേഴ്സണലി ചാറ്റ് ചെയ്യേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുക, എന്തെങ്കിലും ആ ഒരു അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഡൈവേർട്ട് ചെയ്ത് വിടുക. അല്ലെങ്കിൽ ഇതൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവരെന്തോ പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ചെവിയെ അങ്ങോട്ട് കൊടുക്കാതെ നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്തോട്ട്, ഒരു ഇമാജിനറി ഫാന്റസി വേൾഡിലോട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് യു ഹാവ് ടു ബി ഡൈവേർട്ട് യുവർ അറ്റൻഷൻ. നമ്മൾ നമ്മളൊരു വീട്ടിലാണ് ഇപ്പൊ ദേഷ്യപ്പെടുന്നത്, നമ്മൾ വീട്ടിലിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന്, ഒരു ആംബിയൻസിൽ നിന്ന് മാറി നിന്ന് വേറെ ഏതെങ്കിലും ഒരു റൂമിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഷ്യം താനെ കുറഞ്ഞിട്ടുണ്ടാവും. സോ യു ഹാവ് ടു ബി ഡൈവേർട്ട് യുവർ അറ്റൻഷൻ.
നെക്സ്റ്റ്ലി നമ്മൾ ഹാവ് ടു ബി കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രെത്ത്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. മെഡിറ്റേറ്റ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ് ഇവിടെ. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ദേഷ്യം വളരെ കുറവായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്നതാണ് ബ്രെത്ത് എക്സസൈസ് ഒക്കെ അല്ലെ. സോ നമ്മുടെ ബ്രെത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. യു ഹാവ് ടു ടേക്ക് യുവർ ഇൻഹേൽ ചെയ്യുക, ബ്രെത്ത് എടുത്തിട്ട് യു ഹാവ് ടു ബി ഹോൾഡ് ഇറ്റ് ഫോർ ഒരു 10 times കൗണ്ട് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ബി എക്സേൽ ഇറ്റ്. സോ നിങ്ങൾ ബ്രെത്ത് എടുത്തിട്ട് നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് കുറച്ചു നേരം നിർത്തി അതിനെ എക്സേൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വൈൽ വി ഇൻഹേലിംഗ് നമ്മുടെ ഓക്സിജൻ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മുടെ ഹാർട്ട് റേറ്റ്സ് കുറയുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് റേറ്റ്സ് നമ്മൾ കുറയുന്നു. അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ബോഡിനെ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഷാൽ വി ഡു ആൻ എക്സസൈസ്? ഒരൊറ്റ വട്ടം അല്ലെങ്കിൽ 1-2 തവണ നമുക്കൊന്ന് ബ്രെത്ത് എടുത്ത് നോക്കിയാലോ? ആർ യു റെഡി? ഒന്ന് ബ്രെത്ത് എടുക്കാം. ഓക്കെ, സോ നമ്മള് ബ്രെത്ത് ഒന്ന് ഇതിൽ നമ്മൾ പ്രാണായാമം അങ്ങനെ ഒരു അതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് യു ഹാവ് ടു ബി ടേക്ക് യുവർ ഇൻഹേൽ ചെയ്യുന്നു ആൻഡ് യു ഹാവ് ടു ബി കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രെത്ത് ആൻഡ് യു ഹാവ് ടു ബി കൗണ്ട് ഡൗൺ ഫോർ 10 times ആൻഡ് ഹോൾഡ് ഇറ്റ്. നമ്മൾ ഹോൾഡ് ചെയ്ത് 10 times യു ഹാവ് ടു ബി കൗണ്ട് ഡൗൺ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ എക്സേൽ ഇറ്റ്. ഓക്കെ, നമ്മൾ ആ കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രെത്ത് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് മാത്രം. ഓക്കെ, സോ ജസ്റ്റ് യു ഹാവ് ടു ബി പ്ലീസ് ടേക്ക് യുവർ ബ്രെത്ത്. So close your eyes. So നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന പൊസിഷൻസ് എല്ലാം പ്രോപ്പർ ആണോ? ഈ നിൽക്കുന്ന ആൾക്കാരാണ് ഓക്കെ ആണോ? ഈവൻ ട്രാവലിംഗിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പറ്റില്ല. ആൻഡ് അല്ലാത്ത ആളുകൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഇൻഹൈൽ, hold it for a while. You have to count your 10 times. You hold your breath for at least 10 seconds. You have to be exhale it. Exhale it. You can exhale. Yes. So likewise you can do. നിങ്ങൾക്ക് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 5 times or 10 times ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം. നമ്മുടെ ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം അല്ലെ. ഇതിപ്പോ ആരും അറിയൊന്നുമില്ല. നമുക്ക് ഈവൺ ഓഫീസിലാണെങ്കിലും അതെ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലാണെങ്കിലും അതെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ആരും അറിയുന്നില്ല. നമ്മളിപ്പം ജസ്റ്റ് മെഡിറ്റേഷന്റെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് യു ഹാവ് ടു ബി കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രെത്ത് എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഓക്സിജൻ ലെവലിന്റെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ്, നമ്മുടെ ഹാർട്ട് റേറ്റ് കുറക്കുന്നതും നമ്മൾക്ക് എനർജി ലെവല് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യുന്നത് പറ്റുമെന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് ഹോർമോൺസിനെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. So that is concentrate on your breath എന്നുള്ളതാണ്. So always നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. Yes, each time you have to be count 10 times. Thank you. So nextly, attached with loved ones. സോ നമുക്ക് എപ്പോഴും എന്ത് ഉണ്ടായിരിക്കണം, നമുക്ക് നമ്മുടെ എന്ന് പറയാൻ കുറച്ച് ആളുകൾ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് നമ്മുടെ ആണ് എന്ന് പറയാനുള്ള കുറച്ച് ആളുകൾ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുറെ ഇമോഷൻസിനെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ സാധിക്കും എന്നുള്ളതാണ്. പല സൂയിസൈഡ്സിനും അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കുള്ള കാരണം ഈ ലൗഡ് വൺസ് ഇല്ല എന്നുള്ളതാണ്. കുറെ പുറത്ത് കാണിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ പോലും മനസ്സിനെ തട്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കണം. അത് ഈവൻ ലൈഫ് പാർട്ട്നേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരും ആയിരിക്കട്ടെ. ബട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സെയിം വേവ് ലെങ്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന 1-2 ആളുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലങ്ങൾ ഒരു പക്ഷെ കാത്തിരുന്നാലായിരിക്കാം ആ നല്ല റിലേഷൻസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ബട്ട് വൺസ് യു ഗെറ്റ്, ഡോണ്ട് ലൂസ് ദർ. അതാണ് പറയാനുള്ളത്. സോ അറ്റാച്ച് വിത്ത് ലൗഡ് വൺസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് അവർക്ക് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ അവിടെ കളയാൻ സാധിക്കും. ദെൻ വെന്റിലേറ്റ് യുവർ ഫീലിങ്സ് എന്നുള്ളതാണ്. നമ്മുടെ എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത്, യു ക്യാൻ ബി വെന്റിലേറ്റ് യുവർ ഫീലിങ്സ് എന്നുള്ളതാണ്. അങ്ങനെ വെന്റിലേറ്റ് നമുക്ക് ഇത് ഏകദേശം അറ്റാച്ച് വിത്ത് ലൗഡ് വൺസിന്റെ ഉള്ളത് പോലെ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തുറന്നു പറയും അവരെടുത്ത്. അങ്ങനെയാണെങ്കിൽ അവര് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ നമുക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. So you have to make always a good relationship. Then dispose the feelings. നമ്മുടെ ദേഷ്യം
അല്ലെങ്കിൽ അതിനെ വലിച്ചെറിയുക. എങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മുടെ ഈ ഒരു ഇമോഷൻ ആണത്. അതെങ്ങനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും? നമ്മളെല്ലാവരും കലി ഫിലിംസ് കണ്ട ആളുകളുണ്ടോ? അതില് കലി ഫിലിം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ദുൽഖറിന്റെയും സായി പല്ലവിന്റെയും കലി ഫിലിം. യെസ്, അനി മാം കണ്ടിട്ടുണ്ട്. യെസ്, തുളസി മാം കണ്ടിട്ടുണ്ട്. അനീഷ മാം കണ്ടിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അതെ, കലി ഫിലിമിൽ ദുൽഖർ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ് അല്ലെ? എന്ത് തൊട്ടതിന് പിടിച്ചതിന് ദേഷ്യപ്പെടും. പക്ഷെ സായി പല്ലവി വളരെ കൂളായിട്ടുള്ള ഒരു വ്യക്തി. സായി പല്ലവി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: വെൻ യു ഗെറ്റ് ആങ്കർ യു ഹാവ് ടു സ്ക്വീസ് ദ ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്മൈലി ബോൾ കൊടുക്കുന്നുണ്ട് കയ്യില്. ഓക്കെ, സോ അതുപോലെ തന്നെ അത്രയും ടെമ്പറുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, നമുക്ക് അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, യു ഹാവ് ഗിവ് ദിസ് ഐഡിയ ടു ദാം. അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ആ മൊത്തത്തിലുള്ള ദേഷ്യം ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് തീർക്കാം എന്നുള്ളതാണ്. ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ സ്മൈലി ബോൾ ആണെങ്കിൽ നമുക്ക് അതിനെ സ്ക്വീസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വീസ് ചെയ്യാൻ പറ്റുന്ന എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ അതിനെ നമുക്ക് സ്ക്വീസ് ചെയ്ത് ആ ഒരു നമുക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഉള്ള ദേഷ്യം മൊത്തം അതിൽ തീർക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ബോക്സിംഗ്, മാർഷൽ ആർട്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ അറിയാം, ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാൻഡിന്റെ ഒരു സംഭവങ്ങളൊക്കെ അവര് വെക്കാറുണ്ട്, ഒരു ചാക്ക് പോലെ. അതിലെന്ത് ചെയ്യാറുണ്ട്? അവർ ദേഷ്യം വരുന്ന സമയത്ത് അവര് മൊത്തം ആങ്കറും അതിൽ ഡിസ്പോസ് ചെയ്യാറാണ്, അല്ലെങ്കിൽ മൊത്തം ദേഷ്യം അതിൽ ഡിസ്പോസ് ചെയ്യാറാണ്. ഈ ആങ്കർ മാനേജ്മെന്റ് നമ്മൾ കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമുക്കൊരു വ്യക്തിയാണെന്ന് യു ഹാവ് ടു ബി ഇമാജിൻ ദാറ്റ് പേഴ്സൺ. ആ ഒരു ചാക്ക് നമ്മൾ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. നമ്മുടെ ദേഷ്യം എത്രത്തോളാണോ എത്ര ദേഷ്യം അടിച്ചിട്ടാണെങ്കിലും തല്ലിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ദേഷ്യം ഇല്ലാത്ത പുറത്തിറങ്ങിയിരിക്കണം. സോ ആ നമ്മളുള്ള മനസ്സിലുള്ള ആ ദേഷ്യം മൊത്തം ആ ഒരു ചാക്കിന്റെ അടുത്തോ ബോളിന്റെ അടുത്തോ എന്തോ ഒരു ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ അതിനടുത്ത് നമ്മൾ തീർക്കണം എന്നുള്ളതാണ്. സോ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും? ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ ദേഷ്യം നമുക്ക് പോവുകയും ചെയ്യും. അതുപോലെ ഇതൊന്നും ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ എന്നുണ്ടാവുന്ന ഒരു കാര്യമാണ് ഒരു പെന്നും ഒരു പേപ്പറും, അല്ലേ? അതെല്ലാവരുടെ വീട്ടിലുള്ളതാണ്. സോ നമ്മുടെ മനസ്സിലുള്ള ദേഷ്യം എന്താണോ അത് ഫുള്ള് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യാം. റൈറ്റ് ഡൗൺ ചെയ്തതിനു ശേഷം, അത് റൈറ്റ് ഡൗൺ ചെയ്ത് അവിടെ വെക്കരുത്, വായിക്കുകയും ചെയ്യരുത്. പിന്നെ അത് റൈറ്റ് ഡൗൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കുഞ്ഞായിട്ട്, വളരെ കുഞ്ഞു പീസസ് ആയി, ടൈനി പീസസ് ഓഫ് പേപ്പേഴ്സ് ആക്കിയിട്ട് അതിനെ നമ്മൾ ചീന്തി കളയുക, അതിനെ ഡിസ്പോസ് ചെയ്യുക. ഒരു വട്ടം നമ്മൾ ചെയ്തു, നമ്മുടെ ദേഷ്യം കുറഞ്ഞിട്ടില്ല, രണ്ടാം വട്ടം നമ്മൾ ചെയ്യാം. അങ്ങനെ നമ്മൾ ദേഷ്യം എപ്പോഴാണോ കുറയുന്നത് അതുവരെയ്ക്കും നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ ദേഷ്യം കുറയ്ക്കാൻ പറ്റും, ദേഷ്യം പോവും എന്നുള്ളതാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എഴുതുന്നത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച കാര്യമാണ്. സോ നമുക്കത് ചെയ്തിട്ട് സക്സസ് ആക്കാൻ സാധിക്കും. സോ ആൻഡ് ഫൈനലി അപ്രിഷിയേറ്റ് യുവർ സെൽഫ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് വരട്ടെ. ഒരു എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ എപ്പോഴും തേടുന്ന ആളുകളാണ്. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലെ? നമുക്ക് ആരെയും കാത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളൊരു കാര്യം നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ബി അപ്രിഷിയേറ്റ് അവർ സെൽഫ്. സോ നമുക്ക് ആ ഒരു അപ്രിഷിയേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ദേഷ്യം വരാറുണ്ട്, അല്ലെ? ഒരാള് ഞാൻ അത്ര നന്നായി ചെയ്തിട്ട് ഒന്നും അപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ. പക്ഷെ നമ്മളൊന്ന് സ്വയം അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തോന്നൽ മാറി നമുക്ക് നല്ല രീതിയിൽ തന്നെ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. So this is about the tips to improve your patience, awareness to avoid trigger. You had to find out what it is the cause of your problem, and secondly you had to divert your attention, and nextly concentrate on your breath. You had to concentrate, then attach with your loved ones, ventilate your feelings, dispose the feelings, and finally appreciate yourself എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പേഷ്യന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും 1-2 കാര്യങ്ങൾ ഒന്ന് ചാറ്റ് ചെയ്യാൻ സാധിക്കുമോ? എന്തൊക്കെയായിരുന്നു നമ്മൾ ടിപ്സ് പറഞ്ഞെന്നുള്ളത്? 2-3 കാര്യങ്ങൾ. 3 നമ്മള് ടിപ്സ്, നമ്മള് ജീവിതത്തിൽ പാലിക്കേണ്ട 3 ടിപ്സ് എന്തൊക്കെയാന്നുള്ള അറ്റ്ലീസ്റ്റ് എനി 3 യു ക്യാൻ ചാറ്റ് ഇറ്റ് ഓർ അൺമ്യൂട്ട് യു ക്യാൻ ടെൽ. നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത് പറയാം. Concentrate on your breath. Thank you. Attention diversion. Thank you. Dispose the feelings. Thank you. Appreciate yourself. Okay, thank you. Thank you so much. Write down and tear the papers. Thank you so much, ma'am. Thank you. Okay, so this is all about the tips to improve, and finally
once if we have patience, നമുക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് മഹത് വ്യക്തികൾക്കൊക്കെ പേഷ്യൻസ് ഉള്ള ആളുകളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അവർക്ക് എന്തുകൊണ്ടാണ് അവർ മഹത് വ്യക്തികളായത് എന്നുള്ളത് നമുക്ക് അവരുടെ ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്. സോ നമുക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉണ്ടാവുക എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരിക്കലും നമ്മുടെ സമയത്തെ കുറിച്ച് പഴി പറയില്ല. വി നെവർ സ്പീക്ക് അബൌട്ട് അവർ മിസ്ഫോർച്യൂൺസ്. നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലേ, ചില വ്യക്തികളൊക്കെ നമുക്കറിയാം, അവർക്ക് എത്രയൊക്കെ നന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അവരവർ പുരാതന കാലത്തെ പഴയ കഥകളായിരിക്കും, അതായത് എന്തെങ്കിലും മോശം വന്ന സമയത്തെ കുറിച്ചിട്ടായിരിക്കും പറയണ്ടാവുക. ബാക്കി നല്ല നടന്ന കാര്യങ്ങളൊന്നും അവർ പറയില്ല. അവരവരുടെ ആ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പഴയ കാര്യങ്ങൾ പറയാം, പക്ഷെ നല്ല കാര്യങ്ങളായിരിക്കണം. നെവർ റിപ്പീറ്റ് യുവർ നെഗറ്റീവ്സ്. സോ അതാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് പറയില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ വേദനകളെ എപ്പോഴും ഇങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കില്ല. ചില ആൾക്കാർ 10-20 വർഷം മുന്നേ ഒക്കെ അവർ വന്നൊരു അസുഖമായിരിക്കും. ആ അസുഖത്തെ ചിലപ്പോൾ മാറി 20 വർഷം കഴിഞ്ഞ് ഇപ്പോഴും സ്റ്റിൽ അലൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ 20 വർഷം മുന്നേ എനിക്ക് നല്ല ആ അസുഖം വന്നില്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും പറയാം. ഇത്രയും വർഷം ജീവിച്ചു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി എന്നൊന്നും അവർ ചിന്തിക്കില്ല. പക്ഷെ അവരെന്താ ചെയ്യാ, എനിക്ക് അന്ന് അത് വന്നില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവര് പറയാ. സോ പേഷ്യൻസ് ഉള്ള ആളുകൾ ഒരിക്കലും ഇതൊന്നും പറയില്ല. നോട്ട് പ്രേസിങ് യുവർ സെൽഫ്. പിന്നെ എന്നെ കുറിച്ചിട്ട് തന്നെ ഞാൻ ചുമ്മാ പൊക്കി പറയാം, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് സ്വയം പൊക്കി പറയാം. നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ തള്ളുക എന്ന് പറയില്ലേ, സ്വയം തള്ളും. സോ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊന്നും പേഷ്യൻസ് ഉള്ള വ്യക്തികൾ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ മഹാത്മാജീനെ തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങനത്തെ ഇത്രയും നല്ല ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള പേഷ്യൻസിന് ശരിക്കും ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി. സോ അദ്ദേഹത്തിന്റെ ഒക്കെ ക്വാളിറ്റീസ് നമുക്ക് അറിയാവുന്നതാണ്. സോ ദാറ്റ് ഇസ് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പേഷ്യൻസ് എന്നുള്ളതാണ്. സോ പേഷ്യൻസ് 2 തെറാപ്പീസും കൂടി നമുക്ക് പറഞ്ഞിട്ടൊന്ന് പോവാം. ദാറ്റ് ഈസ് ഫോർഗീവിങ് തെറാപ്പി. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മള് ഒരു ദിവസം കിടക്കുന്ന സമയത്ത് നാളെ നമ്മൾ എണീക്കുമോന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇന്ന് ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ദിവസങ്ങളാണോ എന്നുള്ളത് നമ്മളിതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് നമ്മളൊന്ന് മനസ്സിലോട്ട് കൊണ്ടുവന്ന്, ഒരു പക്ഷേ പല വ്യക്തികളും നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അവരെ നമ്മളൊന്ന് ക്ഷമിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാരണം പല വ്യക്തികളും ഹേർട്ട് ആയിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അവരൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് വാട്സപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്തോ ഒന്ന് ഒരു മാപ്പൊക്കെ പറഞ്ഞ് നമ്മളൊരു ദിവസം നമ്മളെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡേ എൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും മനോഹരമായിട്ടുള്ള ഡേ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ദാറ്റ് ഈസ് ഫോർഗീവിങ് തെറാപ്പി. നമ്മൾ ഒരു ഫോർഗീവിങ് തെറാപ്പി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു വിസ്ഡം തന്നെ നമുക്കൊരു വിസ്ഡം തന്നെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ്. സോ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഫീഡിങ് തെറാപ്പി ഇതെല്ലാവർക്കും ഉള്ളതാണ്. എസ്പെഷ്യലി കുട്ടികളുള്ള ആളുകൾക്ക്, അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ, കുട്ടികളുള്ള ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, ചെറിയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം ക്ഷമ വേണം എന്നുള്ളത്. ഇവിടെ എത്ര അച്ഛന്മാരുണ്ട്, ആ അച്ഛന്മാർ ആർക്കെങ്കിലും ഒരു കുഞ്ഞു മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള പരിചയം ആർക്കെങ്കിലും ഉണ്ടോ? ചെറിയ മക്കൾക്ക് ഒരു ഏകദേശം 1 വയസ്സ് 2 വയസ്സൊക്കെ പ്രായമുള്ള മക്കൾക്ക്, 6 മാസം തൊട്ടുള്ള മക്കൾക്ക് ഭക്ഷണം കൊടുത്ത അച്ഛന്മാര്, അമ്മമാര് എല്ലാരും ഉണ്ടാവും. അച്ഛന്മാരാരൊക്കെ ഉള്ളത്? അച്ഛന്മാർ എനിക്ക് കണ്ടേ, സഹദേവൻ സാർ ഉണ്ട്, ഗ്രേറ്റ്. പിന്നെ ആരൊക്കെ ഉള്ളത്? പിന്നെ ആര് ഭക്ഷണം കൊടുക്കാറില്ലേ? ഓക്കെ, ആകെ ഒരാള് മാത്രമേ ഉള്ളൂ. അപ്പൊ ആർക്കും ക്ഷമല്ലാന്നട്ടോ. ഓക്കെ, സാറിന് അപ്പൊ നന്നായിട്ട് അറിയാൻ സാധിക്കും അല്ലെ, ആ സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് അല്ലെ. നമുക്ക് ദേഷ്യപ്പെടാനും പറ്റൂല, തല്ലാനും പറ്റൂല, ഒന്നും ചീത്ത പറയാനും പറ്റൂല, ഒന്നിനും പറ്റൂല. പക്ഷെ നമ്മൾ 1, 2, 3 മണിക്കൂറാണ് ഇങ്ങനെ പോയോണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്ഷമ അവിടെ പഠിക്കുകയാണ്. സോ ദാറ്റ് ഇസ് ദ ഫീഡിങ് തെറാപ്പി. അപ്പൊ കുഞ്ഞു മക്കളൊക്കെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫീഡിങ് തെറാപ്പി ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ പേഷ്യൻസിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള റിക്വസ്റ്റ് ആണ് പറയാനുള്ളത്. സോ ദീസ് ആർ ദ 2 തെറാപ്പീസ്. വൺ ഇസ് ഫോർഗീവിങ് തെറാപ്പി ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് ദ ഫീഡിങ് തെറാപ്പി. സോ ഓക്കെ, അൺലെസ് യു എൻജോയ് ഡൂയിങ്, ഷുവർ സർ, അതന്നെ. Okay, so finally we can move to some quotes. Okay, so നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി തന്നെയായിരുന്നു ദാറ്റ് ഈസ് പേഷ്യൻസിന് ഏറ്റവും വലിയ ഉദാഹരണം. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇഫ് യു ലൂസ് പേഷ്യൻസ് യു ലൂസ് ബാറ്റിൽ എന്നുള്ളതാണ്. സോ നമ്മളൊരു യുദ്ധം തോക്കുന്നത്, നമ്മുടെ പേഷ്യൻസ് ഇല്ലാത്ത വ്യക്തികൾ ഈ യുദ്ധം തോറ്റ പോലെ തന്നെയാണ്. ഒരുപാട് രാജ്യങ്ങൾ ശരിക്കും യുണൈറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു പേഷ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് യുദ്ധങ്ങളെ ഇല്ലായിരുന്നു എന്നുള്ളത് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും.
Then at APJ പറഞ്ഞ പോലെ patience is more than having that is the ability to wait, but it's about your attitude while we are waiting എന്നുള്ളതാണ്. നമ്മുടെ മനോഭാവം എന്താണോ, നമ്മുടെ പേഷ്യൻസ് അവിടെയാണ് നമ്മളെ പേഷ്യന്റ് ആണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സോ നമുക്ക് എത്രത്തോളം നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ സമയം എടുക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ മനോഭാവം നല്ലതാണെങ്കിൽ നമ്മുടെ പേഷ്യൻസ് നമുക്കുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആവാൻ സാധിക്കട്ടെ. And finally, that is our cricket legend Rahul Dravid പറഞ്ഞത്. രാഹുൽ ദ്രാവിഡിന്റെ ക്രിക്കറ്റ് ഫാൻസ് ഉള്ള ആളുകൾക്കൊക്കെ അറിയാം, രാഹുൽ ദ്രാവിഡിന്റെ പേഷ്യൻസിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു 1990s രാഹുൽ ദ്രാവിഡും ലക്ഷ്മണും ചേർന്ന് തീർത്ത ഒരു സ്കോർ എന്നുള്ളത്. ദാറ്റ് ഇസ് വൻ മതിൽ എന്ന് നമുക്കൊരു നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു അത്. ഇന്ത്യ തോക്കും എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം കാണിച്ച ആ ഒരു 2 ദിവസം കാണിച്ച ഒരു വൻമതിൽ പോരാട്ടം ഒരു ഇന്ത്യക്കാരന് മറക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ഞാനൊരു ഭയങ്കര ക്രിക്കറ്റ് ഫാൻ ആയിരുന്നു. എനിക്ക് ചെറുതാകുമ്പോൾ വളരെ ഇഷ്ടമായിരുന്നു ക്രിക്കറ്റ് കാണാൻ. അപ്പൊ നമ്മുടെ ആ ഒരു ലെജൻഡറി ടീമാണ് ഇവരുണ്ടായിരുന്നത്. സോ ആ ഒരു ഓരോ ഇന്ത്യക്കാരനെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആ പേഷ്യൻസ് കൊണ്ടാണ് തോക്കും എന്നുള്ള ആ ഒരു കളിയിൽ ഇന്ത്യനെ ഇത്രയും മനോഹരമായ വിജയത്തിൽ എത്തിക്കാൻ, അതായത് ഡ്രോ മാച്ച് ആയെങ്കിൽ പോലും ആ സീരീസ് ഇന്ത്യക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതാണ് ആ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ കളി എന്നുള്ളത്. അന്ന് ഓസ്ട്രേലിയൻ ടീം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അത്രയും നല്ല ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. അതിനെ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാൻ സാധിച്ചത് ദ്രാവിഡിന്റെ ക്ഷമ കൊണ്ടാണ്. അദ്ദേഹം ഒരു ചൈനീസ് ബാംബുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ചൈനീസ് ബാംബു ഒരു ചെറിയ ഒരു മുള വരാണെങ്കിൽ 5 വർഷം എടുക്കും എന്നുള്ളതാണ്. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ചൈനീസ് ബാംബുവിന് ചെറിയ സ്പ്രൗട്ട് വരുന്നത്. പക്ഷെ ആ 5 വർഷത്തിന് ശേഷം പിന്നെ ചൈനീസ് ബാംബുവിന്റെ വളർച്ച എന്നുള്ളത് ഒരു ദിവസം 36 ഇഞ്ചസ് ആയിട്ടാണ് വളരുന്നത്. ഏകദേശം 6 ആഴ്ച പിന്നെ കഴിയുമ്പം, 5 വർഷത്തിന് ശേഷം 6 ആഴ്ച കഴിയുമ്പം 90 അടി ഉയരം വെക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ചൈനീസ് ബാംബുവിന്റെ പ്രത്യേകത, ഈ 5 വർഷം ഈ ചൈനീസ് ബാംബു അതിന്റെ ഫൗണ്ടേഷൻ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഭയങ്കര സ്ട്രോങ് ആക്കുന്നുണ്ട്. ചൈനീസ് ബാംബു 5 വർഷം അതിന്റെ ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആക്കി പിന്നെ അങ്ങോട്ട് 5 വർഷത്തിന് ശേഷം അതിന്റെ ഉയരങ്ങൾ കീഴടക്കുകയാണ് ആ ചൈനീസ് ബാംബു ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിച്ച ഒരു കാര്യം ആ സമയത്ത് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് പേഷ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരു പക്ഷെ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായിരിക്കും നമുക്ക് നമ്മുടെ വിജയം കൊയ്യാൻ സാധിക്കുക. എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും. ഏത് ഒരു റിലീജിയസിലും പറയുന്നുണ്ട് പേഷ്യൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. ദാറ്റ് ഈസ് ദ ബൈബിൾ സേസ് അബൌട്ട് ബട്ട് ഇഫ് വി ഹോപ്പ് ഫോർ വാട്ട് വി ഡു നോട്ട് സീ വി വെയിറ്റ് ഫോർ ഇറ്റ് വിത്ത് പേഷ്യൻസ്. റോമൻസ് 8:25 പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യം ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഷ്യൻസോടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മിൽ നിന്ന് എത്തിപ്പെടും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ബൈബിൾ സേസ് ഇറ്റ് ഈസ്. ആൻഡ് ഭഗവത്ഗീത സേസ് ലിറ്റിൽ ബൈ ലിറ്റിൽ ത്രൂ പേഷ്യൻസ് ആൻഡ് ഗ്രേറ്റ് എഫേർട്ട് റിപ്പീറ്റഡ് എഫേർട്ട് ദ മൈൻഡ് ബിക്കം സ്റ്റിൽ എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും ചെറിയ ചെറിയ എഫേർട്ടിലൂടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മെല്ലെ ആയിരിക്കും ഒരു പക്ഷെ സാധിക്കുന്നുണ്ടാവുക. അത് റിപ്പീറ്റഡ് ആയിട്ടും നമ്മുടെ പേഷ്യൻസിലൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഭഗവത്ഗീത പറയുന്നത്. ആൻഡ് ഫൈനലി ഖുർആൻ ഇറ്റ് സേസ് ഇന്നല്ലാഹു മഅ സാബിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമയുള്ളവരുടെ കൂടെ തന്നെയാണ് ദൈവം എന്നുള്ളതാണ്. സോ എല്ലാവർക്കും ക്ഷമ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഓരോ അത്രയും റിലീജിയസ് ബുക്സിലും അല്ലെങ്കിൽ നമ്മുടെ ഹോളി ബുക്സിലും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും ഉണ്ടാവാൻ എല്ലാവർക്കും ക്ഷമ ഉണ്ടാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ കൊടി പാറിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ ക്ഷമയോട് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.